ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവിംഗ് ക്ലിക്കിൻ്റെ പുതിയ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ മോറപ്പൻ എന്ന കമ്പനിയുടെ ഗ്ലൂക്കോവൺ BG-03 എന്ന മോഡലിലുള്ള ഒരു ഗ്ലൂക്കോ മോണിറ്ററാണ്. അതായത് നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കണ്ടെത്താനുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ ആദ്യമായി തന്നെ അതിൽ ഓട്ടോ കോഡ് മോണിറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് സ്പെക്കിൽ ബയോസെൻസർ ടെക്നോളജി, സ്മോൾ ബ്ലഡ് വോളിയം, ഫാസ്റ്റ് റിസൾട്ട്, 300 ലാർജ് മെമ്മറി, ലൈഫ് ടൈം വാറൻറ്റി, ഇതാണ് അതിൽ മെഷർ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 665 രൂപയാണ്. പക്ഷേ നമുക്ക് സെയിൽ പ്രൈസിലൊക്കെ ഓൺലൈനിൽ ആയാലും ഇനിയും ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നമുക്ക് സെയിൽ പ്രൈസിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ അൺബോക്സിങ്ങിലേക്കും അതിൻ്റെ കൂടെ വിശേഷങ്ങളിലേക്കും പോകാം. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മനോഹരമായ ഒരു പ്ലാസ്റ്റിക് കേസിനകത്താണ് ഈ മെഷീനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ മെഷീൻ നമ്മൾ ഇതുപോലെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മെഷീൻ ഇരിക്കുന്നത് മെഷീനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ സ്ട്രിപ്പാണ്. 25 സ്ട്രിപ്പാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇത് ലാൻസെറ്റ് എന്ന് പറയുമ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നീഡിൽ ഉപയോഗിക്കാവുന്ന ഒരു കുഞ്ഞു ഉപകരണം. പിന്നെ ഇതാണ് ലാൻസെറ്റ് എന്ന് പറയുന്ന സംഭവം. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളുമാണ് ബോക്സിനകത്ത്. അപ്പം നമ്മൾ മെഷീൻ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് അതിന് നമുക്കൊരു സെറ്റിങ്സൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എന്ന് കാണുന്ന മെമ്മറി ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പം തന്നെ ഓണായി വരുന്നതായിരിക്കും. അതേ തന്നെ കുറച്ച് ഒരു 4-5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ഇങ്ങനെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരും. അപ്പം സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരുന്നത് ആദ്യം നമ്മുടെ തീയതിയും മാസങ്ങളും വർഷങ്ങളും എല്ലാം രേഖപ്പെടുത്താനുള്ളതും സമയം രേഖപ്പെടുത്തുന്നതുമാണ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ സി ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഈ സംഖ്യ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പം കൃത്യമായ തീയതിയും മാസവും വർഷവും എല്ലാം നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഏത് ദിവസമാണോ നമ്മുടെ ഷുഗർ പരിശോധിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നീട് മെമ്മറി എടുത്ത് നോക്കുമ്പം. അപ്പം നമ്മളിവിടെ നമ്മുടെ ഈ ഇപ്പോഴുള്ള മാസം എന്ന് പറയുന്നത് മാർച്ചാണ്, അതായത് 3. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ എമ്മിലോട്ട് അമർത്തുക. അപ്പം തീയതി മാറാനുള്ളത് വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ സിയിലോട്ട് ഞെക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ തീയതി എത്രയാണോ ആ തീയതി ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് 12 വീണ്ടും നമ്മൾ ഈ മെമ്മറി ബട്ടണിലോട്ട് ഞെക്കുക. അതിനുശേഷം ഇത് സമയം, അതായത് 12 മണിക്കൂറും 24 മണിക്കൂറുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പം നമുക്ക് 12 മണിക്കൂറാണെങ്കിൽ അങ്ങനെ 24 വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ 12 സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സമയമാണ്. ഇപ്പം സമയം നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് എത്രയാണോ സമയം വരുന്നത് സമയം സെറ്റ് ചെയ്തതിന് ശേഷം വർഷം നമ്മുടെ ഇതിൽ വരുന്ന വർഷം നമുക്കിപ്പം 2023 അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ 23 അവിടെ എത്തുമ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക.
സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഈ മെമ്മറി ബട്ടണിലോട്ട് പിടിച്ചമർത്തുക. അപ്പോൾ പിന്നെ MGTL അതുപോലെ ബീപ്പ് സൗണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബീപ്പ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ബീപ്പ് നമ്മൾ ഓൺ കൊടുക്കുക. പിന്നെ ഡിലീറ്റ് നമ്മളിപ്പം ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ C ബട്ടണിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോ എന്ന് വരും. അപ്പം നോ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ മെമ്മറി ബട്ടൺ ഞെക്കി പിടിക്കുക. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പം നമ്മളിത് ഇതിനകത്തോട്ട് സ്ട്രിപ്പ് ഇടാൻ പോവുക. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷുഗർ പരിശോധിക്കുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു ലാൻസെറ്റ് എടുക്കുക. ലാൻസെറ്റ് എടുത്തിട്ട് ഈ ലാൻസെറ്റ് മെഷീൻ ഒന്ന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ലാൻസെറ്റ് ഇത് ഇങ്ങനെ ഈ ഗ്യാപ്പിനകത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. ഈ എഡ്ജിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് ചുമ്മാ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതിങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ എടുത്ത് കളയുക. എടുത്ത് കളഞ്ഞ് നമുക്ക് നീഡിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. വളരെ ഇത് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിരൽ കൊണ്ടോ മറ്റുള്ള ഭാഗം കൊണ്ടോ ഈ നീഡിലിൻ്റെ അഗ്രഭാഗങ്ങളിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ ടോപ്പ് ഇടുകയാണ്. ടോപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നീഡിലിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ നമ്പർ. ഇപ്പം ഏറ്റവും ഹൈയിലാണ് കിടക്കുന്നത്. നമ്മൾ ഇങ്ങനെ കുറച്ച് കൊടുക്കാം, കൂട്ടി കൊടുക്കാം, എത്ര വേണമെങ്കിൽ. ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രെങ്ത്ത്, നമ്മുടെ സ്കിൻ എത്ര കട്ടിയുള്ളതാണ്, എത്ര ലോലമായ സ്കിന്നാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം നമ്മുടെ അളവിനനുസരിച്ച് വെച്ച് നമ്മൾ കൂട്ടി കൊടുക്കുക. ഞാനിവിടെ ഏറ്റവും കൂടുതലാണ് വയ്ക്കുന്നത്, 5 തന്നെയാണ് വയ്ക്കുന്നത്. അത് ചെയ്തതിൻ്റെ ശേഷം ലാൻസെറ്റിൻ്റെ ഈ പുറകു വശം ഇതിങ്ങനെ വലിച്ചു വിടുക. വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ഇപ്പം ലാൻസെറ്റ് നമ്മുടെ വിരലിലോട്ട് വെക്കാൻ പാകമായി എന്നർത്ഥം. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കാൻ പോവുകയാണ്. സ്ട്രിപ്പ് എടുത്തു. ഇതാണ് സ്ട്രിപ്പ്. കണ്ടോ, ഇതാണ് സ്ട്രിപ്പ്. ഇതിൽ ഈ ആരോ മാർക്ക് കാണുന്ന ഭാഗം മെഷീൻ എടുത്തിട്ട് മെഷീനകത്തോട്ട് ഇതിങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മെഷീൻ തനിയെ ഓണാകും. കണ്ടോ, മെഷീൻ ഓണായി വന്നിട്ട് അതിലൊരു ബ്ലഡിൻ്റെ ഡ്രോപ്പിൻ്റെ സിമ്പിൾ കാണാം. ഈ സിമ്പിൾ കാണുന്ന സമയം നമ്മൾ ലാൻസെറ്റ് എടുക്കുക. ലാൻസെറ്റ് എടുത്തിട്ട് നമ്മുടെ വിരലിൻ്റെ ഏതെങ്കിലും ഒരു അഗ്രഭാഗത്ത് ഇവിടെ വെച്ചു. എന്നിട്ട് ചുമ്മാ ഇതിങ്ങനെ ഒറ്റ പ്രസ് കൊടുക്കുക. ആ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലഡ് വരും. അപ്പം നമ്മൾ ബ്ലഡ് എടുത്തിട്ട് കറക്റ്റ് ഇത് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ആ എഡ്ജിലോട്ട്, ആ വൈറ്റ് ഡോട്ട് കാണുന്ന ഈ എഡ്ജ് ഭാഗത്തിലോട്ട് ബ്ലഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഷുഗർ ലെവലാണ് ഇപ്പം കണ്ടത്. 176 എനിക്ക് ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ ലെവലാണത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പരിപാടി. വളരെയധികം സിമ്പിളാണ്. അപ്പം എല്ലാവർക്കും ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ.